ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദ മനസ്സില്ലാ മനസ്സോടുകൂടി തൻ്റെ നിവൃത്തികേട് കൊണ്ട് വിക്രമിൻ്റെ വീട്ടിൽ നിന്ന് പടിയിറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ വിക്രമിനോട് ഇക്കാര്യങ്ങളൊന്നും തന്നെ പറയാത്തതിനാൽ വേദയ്ക്ക് വല്ലാത്ത വിഷമമാണ്. തൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ട ആ ഒരു മനുഷ്യന് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി വേദ ആ കടുങ്കൈ ചെയ്യുമ്പോൾ വേദയുടെ ഉള്ളിൽ കിടന്ന് പിടയുകയാണ് കേട്ടോ. ആരോടും ഈ കാര്യങ്ങളൊന്നും തനിക്ക് പറയാനാവുന്നില്ലല്ലോ എന്നുള്ള സങ്കടം വേദയെ വീർപ്പ് മുട്ടിക്കുകയാണ് കേട്ടോ. എല്ലാവരും വേദയെ സംശയിക്കുന്നുണ്ട്, സംശയത്തിൻ്റെ കണ്ണിൽ നോക്കുന്നുണ്ട്. അതായത് വേദ ഇനി പിണങ്ങി വന്നതാണോ, വേദയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ, വേദയുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വേദ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സന്ദർഭത്തിൽ വേദ പറയുന്നുണ്ട്, ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത്? അതുകൊണ്ട് കുറച്ച് ദിവസം ഞാനിവിടെ നിന്നിട്ടേ പോകുന്നുള്ളൂ, എനിക്ക് മതിയാകുവോളം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ വേദ. ശേഷം വിക്രമാണെങ്കിൽ വേദയെ കാണാതെ വിക്രം നിന്നിരിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മാഷ് പറയുന്നുണ്ട്, നമ്മുടെ കൂടെയുള്ള ആളുടെ വില അറിയണമെങ്കിൽ അയാൾ ഒരു നേരം ഇല്ലാതാവണം. എല്ലാവരും പറയുന്നത് കേട്ടിട്ടില്ലേ, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന്. നിൻ്റെ കൂടെ കൂടിയേ പിന്നെ ആ കുട്ടി എന്നും ഈ ഒരു വീടിൻ്റെ മുറ്റത്ത് അവളുടെ കളിയും ചിരിയും അവളുടെ ഒച്ചയും ബഹളവും ഒക്കെ ആയിട്ട് ഈ വീട് നിറഞ്ഞിരുന്നു. ഇപ്പോൾ അവൾ ഇല്ലാത്തപ്പോൾ എന്തോ ഒരു വലിയൊരു ശൂന്യത തന്നെയാണ് ഈ വീട്. നിനക്കും അങ്ങനെ തന്നെയല്ലേ? നിൻ്റെ മനസ്സും ശൂന്യമാണെന്ന് എനിക്കിപ്പോൾ നന്നായിട്ടറിയാം. അവളുള്ളപ്പോൾ അവളുടെ വില ആരും മനസ്സിലാക്കില്ല, പക്ഷേ എനിക്ക് അവളെ നന്നായിട്ടറിയാം. ഞാൻ എൻ്റെ മക്കളെക്കാൾ കൂടുതൽ അവളെ മനസ്സിലാക്കിയിരിക്കുന്നു. അവളുടെ ഈ ഒരു ഒളിച്ചോട്ടത്തിന് പിന്നിൽ എന്തൊക്കെയോ സംഗതികൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവളുടെ മനസ്സ് അങ്ങനെ ഇങ്ങനെയൊന്നും ഈ ഒരു വീട് വിട്ടു പോകില്ല എന്നൊക്കെ പറയാൻ കേട്ടോ മാഷ്. ഇതെല്ലാം കേട്ട് നമ്മുടെ വിക്രമിൻ്റെ കണ്ണുകൾ നിറയാണ് കേട്ടോ. വിക്രം ആകെ അസ്വസ്ഥനായിരിക്കുകയാണ്. അങ്ങനെ വൈകിട്ട് ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് പോലും വിക്രം ചെല്ലുന്നില്ല കേട്ടോ. വിക്രമിന് ആകെ സങ്കടമായിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വിക്രം റൂമിലേക്ക് ചെന്ന് കിടക്കാൻ കേട്ടോ. ആ ഒരു സമയത്ത് വേദയുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ വിക്രത്തിനെ അത് വല്ലാതെ വീർപ്പ് മുട്ടിക്കുകയാണ്. വിക്രമാകെ ആശങ്കയിലിരിക്കാൻ കേട്ടോ. അങ്ങനെ വിക്രമാണെങ്കിൽ വേദ ഉറങ്ങുന്നിടത്തേക്ക് നോക്കുകയാണ് കേട്ടോ. ആ ഒരു സ്ഥലത്ത് വേദ തന്നെ നോക്കി ഇങ്ങനെ കിടക്കുന്നതും വിക്രു എന്നൊക്കെ വിളിക്കുന്നതും ഇങ്ങനെ വിക്രമിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ് കേട്ടോ. അങ്ങനെ വിക്രമാണെങ്കിൽ വേദയുടെ ഓർമ്മകളിൽ മുഴുകിയിരിക്കുകയാണ്. അങ്ങനെ വേദയുടെ അസാന്നിധ്യം വിക്രമിനെ വല്ലാണ്ടങ്ങ് വേദനിപ്പിക്കുകയാണ്. ഉറങ്ങാൻ നോക്കിയിട്ട് ഉറക്കം വന്നില്ല. ഉമ്മറത്ത് പോയിരിക്കണോ, കട്ടിലിൽ പിന്നെ വന്നിരിക്കണോ, അങ്ങനെ ആകെ തലപുകഞ്ഞ ഒരവസ്ഥയിലിരിക്കായിരിക്കും കേട്ടോ. അങ്ങനെ കണ്ണാടിയുടെ മുൻപിൽ വന്നിട്ട് വിക്രം പറയുന്നുണ്ട്, കുറേ കാലം ഞാൻ നിന്നെ എങ്ങനെ ഒഴിവാക്കുമെന്നാലോചിച്ച് നടക്കുകയായിരുന്നു. ഇപ്പോൾ എങ്ങനെ നീ എൻ്റെ അരികിലേക്ക് എത്തുമെന്നാലോചിച്ച് ഞാൻ വീർപ്പ് മുട്ടുക. നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ല, അത് സങ്കല്പിക്കാൻ കഴിയില്ല എന്ന് നിൻ്റെ അസാന്നിധ്യം എന്നെ മനസ്സിലാക്കി തരുന്നുണ്ട് വേദ. ഞാൻ ഇത്രയുമൊക്കെ ആകാനും ഞാൻ ഇതുപോലെ മാറാനും എൻ്റെ കുടുംബത്തോട് അടുപ്പിക്കാനും ഒക്കെ നീ ഒരുപാട് കഷ്ടപ്പെട്ടു. നിൻ്റെ സുഖ സൗകര്യങ്ങളെല്ലാം വെടിഞ്ഞാണ് നീ എനിക്ക് വേണ്ടി ഇവിടേക്ക് വന്നത്. ഞാൻ ചെയ്ത ഒരു തെറ്റിന് വേണ്ടി നീ നിൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ചു. പക്ഷേ ഇപ്പോൾ നിനക്കിത് എന്താ പറ്റിയേ? ഇതിന് പിന്നിൽ എന്താണെങ്കിലും ഞാനത് കണ്ടെത്തും. ഒരിക്കലും നീ എന്നെ വിട്ടുപോയതാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഇതിന് പിന്നിൽ എന്തോ ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഒരിക്കലും നിനക്ക് എന്നെ വിട്ടുപോകാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. പല സാഹചര്യത്തിലും ഞാൻ നിന്നെ വിട്ടുപോകാൻ പ്രേരിപ്പിച്ചിട്ടും നീ വിട്ടുപോകാതിരുന്ന് എന്നോടൊപ്പം നീ ഒരുമിച്ച് നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റെന്തും ആയിക്കോട്ടെ, ഏത് കാര്യത്തിന് വേണ്ടിയിട്ടും നീ എന്നെ വിട്ടുപോകില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നീ എൻ്റെ അരികിലേക്ക് തന്നെ എത്തും എന്നിങ്ങനെ പറഞ്ഞ് ആ ഒരു കണ്ണാടിയിലേക്ക് വിക്രമിൻ്റെ മുഖത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് കൈവച്ചിട്ട് അങ്ങനെ പോയി കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുന്നത് പോലെയൊക്കെയാണ്. അങ്ങനെ വിക്രമാണെങ്കിൽ വേദയുടെ വീട്ടിലേക്ക് തന്നെ ചെല്ലുകയാണ് കേട്ടോ. ബൈക്കൊക്കെ എടുത്തുകൊണ്ട് രാത്രിയിൽ ആരും അറിയാതെ വിക്രം വേദയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ വേദയുടെ വീടിൻ്റെ മതിലൊക്കെ ചാടി കിടക്കുന്നുണ്ട്. അങ്ങനെ ആ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. വേദ കിടക്കുന്ന റൂം, വേദയുടെ ആ ഒരു പഴയ മുറിയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ നിലയിലേക്ക് എത്തി ആ വേദയുടെ മുറിയിൽ ചെന്ന് ജനാലയിൽ ഇങ്ങനെ തട്ടുമ്പോഴത്തേക്കിനും വേദ ഉണരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നീടും തട്ടുകയാണ്. അങ്ങനെ പെട്ടെന്ന് വേദ ആ ഒരു ജനാല തുറന്ന് വിക്രമിനോട്, എന്തിനാ ഇപ്പോൾ ഇവിടെ വന്നത്? എന്താ നിങ്ങൾക്ക്? എന്നെ ഇപ്പോഴും വിടാൻ നിങ്ങൾ ഉദ്ദേശിക്കണില്ലേ എന്നൊക്കെ ചോദിച്ച് ആകെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഉടനെ വിക്രം പറയുന്നുണ്ട്, എനിക്ക് തന്നെ കാണാതിരിക്കാൻ പറ്റില്ല. എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അത് സംസാരിച്ചിട്ട് ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, എന്തായാലും നാളെ നേരം വിളിക്കട്ടെ, അതിനുശേഷം ഇയാൾ ഫോണിൽ വിളിച്ചാൽ മതി, ഞാൻ കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്കിനി ആ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല. എനിക്ക്
തനിക്കിനി തൻ്റെ കൂടെ ജീവിക്കണമെന്നുമില്ല. കുറേ കാലം ഞാൻ തനിക്ക് വേണ്ടി താൻ മാറുമെന്നും ഒക്കെ പ്രതീക്ഷയോടെ അവിടെ നിന്നു. ഇനി എനിക്ക് ആ പ്രതീക്ഷയൊന്നുമില്ല. എൻ്റെ ജീവിതം സ്പോയിൽ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇതൊന്നുമല്ല താൻ ഇവിടേക്ക് വന്നതിൻ്റെ കാരണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഞാനിപ്പോൾ ഒച്ച വെച്ച് ആളെ നിൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും ഉണർത്തണോ, അതോ നിനക്ക് വാതിൽ തുറന്ന് തരുന്നോ? ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാന്ന് എന്നിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ ആ വാതിൽ തുറന്ന് കൊടുക്കുകയാണേ. അപ്പോൾ വിക്രമകത്തേക്ക് പറഞ്ഞു കേട്ടോ. വേദയുടെ മനസ്സ് നീറുന്നത് വിക്രമിന് കാണാൻ കഴിയും. അപ്പോഴും വേദയാണെങ്കിൽ വിക്രമിനോട് എന്താ ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, നിൻ്റെ ഈ വാക്കുകളിലുള്ള ഈ ദേഷ്യം നിൻ്റെ മുഖത്ത് നിൻ്റെ കണ്ണുകൾ പറയുന്നുണ്ട്, അത് നീ അറിഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതല്ലാന്ന്, നീ അഭിനയിക്കുകയാണെന്ന്. നിൻ്റെ കണ്ണിൽ എന്നോടുള്ള ആ ഒരു സ്നേഹം ഇപ്പോഴും നിൻ്റെ കണ്ണിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ വേദയ്ക്ക് ഒന്നും മിണ്ടാനാവുന്നില്ല കേട്ടോ. എന്നിട്ട് വിക്രം ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എന്നെ വിട്ടിട്ട് പോയത്? നിനക്കറിയാമല്ലോ ഞാൻ എത്ര തവണ നിന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും നീ എൻ്റെ പിന്നാലെ വന്നു ചേർന്നതാ. ഇപ്പോൾ ഞാൻ നിന്നെ അടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നീ എന്തിനാ എന്നിൽ നിന്ന് മാറിപ്പോകുന്നത് എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ഞാനിപ്പോഴും നിന്നെ വിശ്വസിച്ച് അവിടെ കഴിയണോ? താനിപ്പോഴും ആ ശ്രീനിവാസൻ്റെ വലങ്കൈയായിട്ട് തന്നെ തുടരുകയല്ലേ? അമ്പലത്തിൽ പോയാലും മാലയിട്ടാലും മറ്റെന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായാലും നീ മാറാനൊന്നും പോകുന്നില്ല എന്ന് എനിക്കിപ്പോൾ നന്നായിട്ട് ബോധ്യമായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതം സ്പോയിൽ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കണില്ല. വിക്രമിന് പോകാം എന്നിങ്ങനെ പറയുമ്പോഴും കണ്ണാടിയിലൂടെ വേദയുടെ മുഖം വിക്രം ഇങ്ങനെ ശ്രദ്ധിക്കാൻ കേട്ടോ. തൻ്റെ വേദയുടെ ചുണ്ടുകൾ ഇങ്ങനെ തുടിക്കുന്നതും കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് പൊഴിയുന്നതും വിക്രം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഈ കണ്ണിൽ നിന്ന് പൊഴിയുന്ന കണ്ണുനീര് സത്യമാണെങ്കിൽ അത് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. കാരണം നീ അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല ഇതൊന്നും, മറ്റാരോ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതാണ്. ഇതിന് പിന്നിലുള്ള സത്യം ഞാൻ മനസ്സിലാക്കിക്കോളാം. ഞാനൊരു കാര്യം പറയാം, നീ എന്നെ വിട്ട് പിരിയാനാണ് നിൻ്റെ ഭാവമെങ്കിൽ ഞാൻ പിന്നെ ജീവനോടെ ഈ ഭൂമി ലോകത്ത് കാണില്ല. കാരണം ഞാൻ ഇന്ന് ഈ സ്ഥിതിയിലേക്ക് തിരിച്ചെത്താൻ കാരണം നീ ഒരാളാണ്. അതുകൊണ്ട് തന്നെ നീ ഇല്ലാതെ ഞാൻ ജീവിക്കാനും പോകുന്നില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ വേദയ്ക്ക് ഒരുപാട് സന്തോഷവും അതിലുപരി സങ്കടവും തോന്നുകയാണ് കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ വിക്രം പോകാനൊരുങ്ങുമ്പോൾ വിക്രമിൻ്റെ കയ്യിൽ പിടിക്കാൻ കേട്ടോ. എന്നിട്ട് വിക്രമിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. വിക്രമിൻ്റെ നെഞ്ചോട് ചേർത്ത് വേദയുടെ തല ഇങ്ങനെ വെക്കാൻ കേട്ടോ. വിക്രം ചേർത്ത് പിടിക്കാൻ കേട്ടോ. എന്നിട്ട് വിക്രമാണെങ്കിൽ വേദയോട് ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് പറ്റിയത്? എന്താണ് കാര്യം? നീ തുറന്നു പറ. നിൻ്റെ മനസ്സിൽ എന്തോ ഉണ്ട്, അത് നീ പറയുന്നില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇല്ല, ഒന്നിനുമുള്ള സമയമായിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ തന്നെ മുൻപോട്ട് പോട്ടെ, അതായിരിക്കും നമ്മൾക്ക് രണ്ടുപേർക്കും നല്ലത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം വേദിയോട് ചോദിക്കുന്നുണ്ട്, ഇതിനൊക്കെ പിന്നിൽ നിൻ്റെ അച്ഛനോ അല്ലെങ്കിൽ നിൻ്റെ ഏട്ടനോ വല്ലതും ആണോ? എന്താണെങ്കിലും നീ എന്നോട് തുറന്നു പറ. കാരണം ഇതിനൊക്കെ പിന്നിൽ എന്തോ ഒരു ഇത് മറഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. വേദ, നീ ആരെയാണ് ഈ ഭയക്കുന്നത്? എന്തിനും ഏതിനും ഞാനുള്ളപ്പോൾ നീ എന്തിനാണ് ഭയക്കുന്നത്? ആ ഒരു വിക്രമിൻ്റെ ചോദ്യത്തിന് മുൻപിൽ വേദ പകച്ചു പോകുകയാണ് കേട്ടോ. അങ്ങനെ വേദ സത്യങ്ങളെല്ലാം വിക്രമിനോട് പറയാണ്. ഇത് കേട്ടിട്ട് വിക്രമിന് ആകെ കലിപ്പും ദേഷ്യവും ഒക്കെ വരികയാണ് കേട്ടോ. അങ്ങനെ ഇപ്പം തന്നെ ശ്രീകാന്തിനെ പോയി ഞാൻ ശരിയാക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇതാ ഞാനൊന്നും പറയാത്തത് എന്ന് പറയാണ്. ഉടനെ വിക്രം തന്നെ പറയുന്നുണ്ട്, ശരി, ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ, എന്തായാലും ശ്രീകാന്തിനുള്ള പണി നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ വന്നതോ അല്ലെങ്കിൽ നീ ഈ കാര്യങ്ങൾ എന്നോട് പറഞ്ഞതോ ഒന്നും നീ ശ്രീകാന്തിനോട് പറയണ്ട, കാര്യങ്ങൾ ഇങ്ങനെ തന്നെ കടന്നു പോകട്ടെ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ശ്രീകാന്തിനെ നമ്മുടെ വിക്രമും വേദയും കൂടെ വിദഗ്ധമായിട്ട് പറ്റിക്കുന്ന ഒരു രംഗമൊക്കെയാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്. അങ്ങനെ വേദിയുടെ വീട്ടിലായത് കൊണ്ട് തന്നെ വിക്രമിനെ കാണാൻ ഒക്കെ തോന്നുമ്പോൾ രാത്രി ഇതുപോലെ തന്നെ മതിൽ ചാടി എത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ. വേദിയുടെ മുറിയിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ മുത്തശ്ശിയൊക്കെ വന്നതൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്തൊക്കെ നമ്മുടെ വിക്രമാണെങ്കിൽ വേദിയുടെ കട്ടിലിനടിയിലൊക്കെ ചെന്ന് ഒളിഞ്ഞിരിക്കുന്ന പോലെയൊക്കെ സീൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വളരെ രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.